എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോസ് കുറെ പേര് ഷോർട്സിലും അതേപോലെ റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ കമന്റ്സ് ഉണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ജിമ്മിൽ എപ്പോഴും ഭയങ്കര തിരക്കാണ്. രാവിലെ സമയത്താണ് കേട്ടോ ഞാൻ പോണത്. അപ്പൊ നല്ല തിരക്കാണ്. അപ്പൊ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാറില്ല. ഇപ്പൊ ഞാൻ പ്രത്യേകം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പകല് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്യണേക്കാട്ടും മുന്നേ ഒരാളെ പരിചയപ്പെടുത്താം. ഇനി ഫോൺ കുറച്ച് പൊക്കേണ്ടി വരും എന്റെ ഹൈറ്റ് ആയിട്ട് മാച്ച് ആവാനായിട്ട്. അപ്പൊ ഇതാണ് എന്റെ ട്രെയിനർ, ഹരീഷ് എന്നാണ് പേര്. 1 വർഷം ഏകദേശം ഹരീഷാണ് എന്നെ ട്രെയിൻ ചെയ്യണത്. അപ്പോൾ അതിന്റെ മെയിൻ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ ഞാൻ കുറെ നാളായിട്ട് വർക്ക്ഔട്ട് ചെയ്യണതാണ് കേട്ടോ, 5-6 വർഷമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണതാണ്. പക്ഷെ മേജർ വ്യത്യാസം കഴിഞ്ഞ ഈ 1 വർഷത്തിലാണ് ഉണ്ടായിട്ടില്ല. അപ്പൊ താങ്ക് യു ഹരീഷ്. അപ്പൊ നമ്മൾ എന്ത് വർക്ക്ഔട്ട് ചെയ്യണം? ഓക്കെ, ഇതിന്റെ കാരണങ്ങളൊന്നും എനിക്കറിയില്ല. ഹരീഷ് പറയും ചെയ്യും, അത്ര മാത്രമേ ഞാൻ. എനിക്ക് ഈ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്തിനാ നമ്മൾ വാമപ്പ് ചെയ്യണം? നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ബോഡിക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഒരു റെഡി ആയിരുന്നോ എന്നുള്ളൊരു കോൺസെപ്റ്റ് വാർണിംഗ് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ജോയിന്റ്സിനുള്ളിലുള്ള സൈനോവിൽ ഫ്ലൂയിഡിന്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം, ഇപ്പോൾ എന്റെ വർക്ക്ഔട്ട് വീഡിയോസിൽ തന്നെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകളുടെ വർക്ക്ഔട്ട് വീഡിയോസിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും വന്ന് കമന്റ് ചെയ്യും അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ, എസ്പെഷ്യലി സ്ത്രീകൾക്ക് വീട്ടിലെ പണി ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു 30+ കഴിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് മസിൽ ലോസ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള ബോൺ ഡെൻസിറ്റി കുറയാനും ഒക്കെയുള്ള കാരണം. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തും ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തോ സാധിക്കുള്ളൂ. അപ്പൊ ആണുങ്ങളെ പോലെ മനസ്സിലാവോ? ഇല്ല, ആണുങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എത്ര വർക്ക്ഔട്ട് ചെയ്തിട്ട്. പിന്നെയാണ് പെണ്ണുങ്ങൾക്ക് അതേപോലെ മനസ്സിൽ വരുന്നത്. അപ്പൊ എന്തായാലും സ്ത്രീകൾ വർക്ക്ഔട്ട് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് വാമപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ജിമ്മിൽ പോയില്ലെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ജിമ്മിൽ പോകാൻ പറ്റാത്ത സമയത്താണ്, വീട്ടിലാണ് എനിക്ക് എത്രയെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞാൻ ഈ വാമപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പിന്നെ എനിക്ക് ബൈ ഹാർട്ടായി. നമുക്കൊരു 10 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഈസിലി വാമപ്പ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് ആബ് എക്സസൈസസും അതേപോലെ തന്നെ ഞാൻ നെക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസ് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതുണ്ട്. അതും പിന്നെ പുഷപ്സും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്കുള്ളതായി, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ആശ്വാസമാണ്, ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ഫീലിംഗ് വരില്ല കേട്ടോ. അപ്പോൾ ഈ വാമപ്പ് ഭയങ്കര നല്ലത്. അപ്പൊ നമ്മുടെ വാമപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമുള്ള, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. 40 kg ആണ്. 1 2 3 9 ലാസ്റ്റ്. ഓക്കേ, നമ്മളിങ്ങനെ എത്ര സെറ്റ് ചെയ്യും? 4 സെറ്റ്. ബാറിന്റെ വെയിറ്റ് എത്രയാ? ഇത് ബാറിന്റെ വെയിറ്റ് എത്രയാ? 20. ഇതിന് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് പറയും പറ്റില്ല. അപ്പൊ ഇവര് പറയും ഇല്ല, പറ്റും. ഇതിപ്പോ എത്ര കിലോ? 60 kg. ഓക്കെ, 3 4. ഇതിന്റെ 4 സെറ്റ് ചെയ്തു കേട്ടോ. ഇത്ര തന്നെ ചെയ്യുമ്പോ നമ്മള് കിതച്ച് പട്ടിയാവും, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോ പുടും ശബ്ദമുണ്ട്. എനിക്ക് തോന്നുന്ന വിറ്റമിൻ ഡിയുടെ കുറവ് കാരണമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും അതെ, നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ ഫുഡും ശ്രദ്ധിക്കണം. ഇത്ര വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മള് ഫുഡൊന്നും നേരെ കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ ദോഷം ചെയ്യില്ലേ. നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് വർക്കൗട്ടിന്റെ ഇടയ്ക്ക് എന്തായാലും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. അതായത് നമ്മൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോവും. അപ്പൊ നമുക്കത് ഇങ്ങനത്തെ വലിയൊരു ബോട്ടിൽ മേടിക്കാം. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, പക്ഷെ എന്നാലും നമ്മൾക്ക് ഇങ്ങനെ കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആമസോണിൽ നിന്നൊക്കെ വേണമെങ്കിൽ മേടിച്ചിട്ട് അതിങ്ങനെ ഒരു ടാർഗറ്റ് ആക്കി വെച്ച് ഇങ്ങനത്തെ 2 ബോട്ടിൽ കുടിച്ചു തീർക്കാന്നുള്ള രീതിയിൽ വെക്കുക കേട്ടോ. അത് നന്നായിട്ട് നമ്മൾക്ക് നല്ല ബെനിഫിഷ്യലാണ്. അത് നമ്മുടെ ബോഡിക്കും നമ്മുടെ സ്കിന്നിനും ഭയങ്കര നല്ലതാണ്. ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങിയ പിന്നെയാണ് സ്കിന്നിലും വ്യത്യാസം കണ്ടു തുടങ്ങിയത്. ഇത് കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തതാണ്. Balance of improve and better of water. Straight up. 1 2 3 4 5
2, 3, 4. Slow down. 4. Okay. 5, 6, 7, 8. Slow down. 9. Last. ഇത് താരതമ്യേന കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് ലെഗ്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആണോ? അല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല. എനിക്ക് പേഴ്സണലി ലെഗ്സ് ആണ് കുറച്ചും കൂടി ഇഷ്ടവും അതേപോലെ എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാംസ്ട്രിങ്ങുകളാണ്. ഒന്നുകൂടെ ഇറങ്ങിയത്. ഓക്കെ. 1, 2, 3, 7, 8. ലാസ്റ്റ് വർക്കൗട്ടാണ് കാഫി. ഇത് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ചൊക്കെ maximum 1, 2, 3, 10, 5, 2. അപ്പം അങ്ങനെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി സ്ട്രെച്ച് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ തോ ഇത് കുറച്ച് പെയിൻഫുൾ ആണെങ്കിലും. എന്തുകൊണ്ടാണ്? നമ്മൾ വാമപ്പ് ചെയ്യണ പോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്കും അതുപോലെ തന്നെ മസിൽ സോർനെസ് ഇല്ലാണ്ടിരിക്കാനും റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാനും ഒക്കെ സ്ട്രെച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര കണ്ടും പെയിൻഫുൾ ആണ് എന്നുള്ളത്. നമ്മളെ ഒരുമാതിരി ഇങ്ങനെ ഒടിച്ച് മടക്കി അഴയിലിടുന്നൊരു ഫീലാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻഫുള്ളാണ്. പക്ഷേ നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷമുള്ള പെയിൻ ഉണ്ടല്ലോ അത് കൂടുതലായിരിക്കും. അപ്പോൾ സ്ട്രെച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെച്ചിങ് ചെയ്താലും നമ്മൾ ലെഗ് ഡേയ്സിൻ്റെ അന്നൊരു പെയിനൊക്കെ ഉണ്ടാവും, എന്നാലും വളരെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാൻ ഉണ്ടല്ലോ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം വണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെ ഒരു ഉദ്ദേശത്തിലേ അല്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്ത്. കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും എനിക്കിങ്ങനെ ഇവിടെ ഷോൾഡർ പെയിൻ ഒക്കെ വന്നിട്ടാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഫിസിക്കലിയും നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല മെൻ്റലിയും എനിക്ക് നല്ലൊരു സമാധാനവും ഹാപ്പിനെസ്സും എനിക്ക് വർക്കൗട്ട് കാരണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം ഞാൻ ഡയറ്റും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ബോഡിയിലത്തെ ചേഞ്ചസും ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും എന്തായാലും നമുക്ക് കുറച്ച് സമയം ഒരു ഫിസിക്കൽ എക്സസൈസ് വേണം എന്നുള്ളത് നിർബന്ധമായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എന്തായാലും പറയും. അത് വർക്കൗട്ട് സ്ത്രീകൾക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം. എന്താണ് അല്ലേ ട്രെയിനർ പറയും. വീക്കിലി 3 days എങ്കിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയും. സോ ബി ഫിറ്റ്. അടിപൊളി. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പറ്റുന്ന സമയം കുറച്ച് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം ലവ് യു ഓൾ സോ മച്ച്. നമുക്കിനി അടിപൊളി വീഡിയോസ് വേറെ ചെയ്യാം അല്ലേ, വരുന്നുണ്ട്. ബൈ ബൈ ബൈ.